ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കൊറിയർ അയക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിക്ക് കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ സ്ഥിരം സ്ഥലമായ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കൊറിയറൊക്കെ അയച്ചിട്ട് തിരികെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസീപ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊറിയറൊക്കെ അയച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ 2-3 ആവശ്യങ്ങളൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ, നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ നല്ല വെയിലാണ്. പറഞ്ഞ് തീരുന്നതിന് മുമ്പേ നല്ല മഴയും തുടങ്ങി. നല്ല വെയിലും ഉണ്ട്, നല്ല കട്ട വെയിലാണ്, അതിൻ്റെ കൂടെ നല്ല മഴയും. അപ്പോൾ ഞാൻ അങ്ങനെ കുടയൊക്കെ പിടിച്ചിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ വെയിലും മഴയും കൂടെ. അപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ ബാക്കിൽ നിന്ന് പോവുകയാണ്. ചേച്ചി ഫോണും വിളിച്ചിങ്ങനെ നടക്കുവാണ് കേട്ടോ. മാറി തരുന്നുമില്ല, ആളങ്ങോട്ട് പോകുന്നുമില്ല. അവസരം ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറി ചേച്ചിയുടെ ഫ്രണ്ടിൽ കയറി. ഒരു വിധത്തിൽ മാറി തരുന്നില്ല. ഞാൻ ബാക്കിലുണ്ടെന്ന ആൾ മനസ്സിലാക്കി, എന്നിട്ട് കൂടി മാറി തരുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ ഞാൻ നമ്മുടെ വിസ്മയിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതല്ല ആവശ്യം, പക്ഷേ ഞാനൊരു കോഫി കുടിക്കാമെന്ന് കരുതി കയറിയതാണ് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി കുടിക്കുന്നത് കേട്ടോ. കോഫിയല്ല, എന്തായാലും കുടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ എല്ലാ അബദ്ധങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ചെന്ന് കയറി തന്നെ ഞാനൊരു ടീ കുടിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോൾ അത് കോഫി ആയിപ്പോയി. പിന്നീട് അത് അല്ല കോഫിയല്ല ടീ ആണെന്ന് പറയാൻ കൂടെ എൻ്റെ ചമ്മൽ എന്നെ അനുവദിച്ചില്ല എന്നാണ് സത്യം. അങ്ങനെ ആ കോഫി വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കണം, അത് അതിനെക്കാട്ടിലും വലിയ ചമ്മൽ. അവിടെയാണെങ്കിൽ ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞാൻ നിക്കുവിന് ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി കാരണം അടുത്തിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ മേളിലിരിക്കുന്ന ചോക്ലേറ്റ് എല്ലാം കൂടെ വന്ന് വീഴുന്നു. അങ്ങനെ അബദ്ധങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒറിജിനൽ യഥാർത്ഥ മഴ പെയ്യുന്നു. ഭയങ്കര മഴ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തത്ര മഴ. എനിക്ക് വേറെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ രാമചന്ദ്രയിലോട്ട് വന്നു കേട്ടോ. രാമചന്ദ്രയിൽ വന്നത് അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നിക്കുവിനെ അമ്മൂമ്മ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ കരുതി ഒരു ഇത്തിരി ലേറ്റായിട്ട് പതുക്കെ പോകാമെന്ന് കരുതി. കുറച്ച് നേരം അവൾ ഇരിക്കട്ടെ, ഒന്ന് മാറി ഇരിക്കട്ടെ എന്നൊക്കെ കൂടെ ഉള്ളൊരു ഉദ്ദേശവും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2 അവറെങ്കിലും മാറി നിൽക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ ഞാൻ വെറുതെ അല്ല ഇവിടെ നോക്കുന്നത്, എനിക്കൊരു ആവശ്യമുള്ള സംഭവം ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. വെറുതെ പോയി നോക്കുന്നതല്ല. അങ്ങനെ സാരി സെക്ഷനിൽ പോയിട്ട് കുറച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു സംഭവം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ കറങ്ങിത്തിരിഞ്ഞും സാരിയുടെ റേറ്റും ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. വെറുതെ നോക്കിയുള്ളൂ. എന്തായാലും എനിക്ക് അവിടെ ഇരിക്കട്ടെ, ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും അമ്മാരെ കോള് കേട്ടോ. അവൾ കരയുന്നുണ്ട്, ഇറങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല പെരുമഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇവിടെ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ അമ്മ എടുത്ത്. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ആളവിടെ കിടന്ന് ചിണുങ്ങി കരയുന്നുണ്ട്. ഫോണിൽ കൂടെ തന്നെ കേൾക്കാം. പിന്നെ ഒരു ഓട്ടമായിരുന്നു, ഓട്ടവും ബഹളവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഷടപടയെന്നായിരുന്നു മെറ്റീരിയൽ എടുത്തത്. ഒരു ബൊട്ടിക്കിൽ ഒരു ഓർഡർ വന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽ എടുക്കാനാണ് കേട്ടോ പോയത്. അതുമാത്രമല്ല, എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അഡീഷണലി നിക്കുവിനും എനിക്കും കുറച്ച് സാധനം കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടായിരുന്നു പോയത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഒന്നും നടന്നില്ല. എൻ്റെ ഒരു ഇത് നടന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പോയി മെറ്റീരിയലൊക്കെ ഷടപടയെന്നായിരുന്നു എടുത്തത് കേട്ടോ. ഏതാണെന്ന് പോലും നേരെ ചൊവ്വേ നോക്കി പോലും എടുക്കാൻ ഉള്ള ഒരു സാവകാശം കിട്ടില്ല. നല്ല ഒരുപാട് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം എല്ലാം ഒന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നിക്കുവിന് വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. പെട്ടെന്ന് ഞാൻ ഓട്ടോയും പിടിച്ച് അങ്ങ് പോകുമായിരുന്നു കേട്ടോ. സാറിന് ഞാൻ ഓട്ടോ പിടിച്ച് പോകാറില്ല. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒന്നിൽ ബസ്സിൽ പോകും, അല്ലെങ്കിൽ നടന്നു പോകും. അതാണ് എൻ്റെ പതിവ് കേട്ടോ. അല്ലാണ്ട് ഓട്ടോയിലൊക്കെ പോകും, പക്ഷേ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ഓട്ടോയൊന്നും പിടിക്കാറില്ല കേട്ടോ. പക്ഷേ ഇത് നിക്കു കരയുന്നതുകൊണ്ട് ഞാൻ ഓട്ടോയൊക്കെ പിടിച്ച് പോയി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അമ്മൂമ്മയും എനിക്കും കൂടെ ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. മുഖം അത്ര തെളിച്ചൊന്നുമില്ല. പക്ഷേ ഞാൻ ആ ചോക്ലേറ്റൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ ആളൊന്ന് പ്ലസൻ്റായി. എന്നിട്ട് ചോക്ലേറ്റ് ഫുള്ള് കഴിക്കുന്നത് ഞാനാണ് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അമ്മമ്മയുടെ കുടയും എടുത്ത് വെച്ച് കളിക്കുവാണ് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേനും ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. എന്ത് ചെയ്യാനാണ്, ഞാൻ ഒരിത്തിരി ടൈം മാറി നിൽക്കാമെന്ന് കരുതിയപ്പോൾ ഒട്ടും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനി ജോലിക്കൊക്കെ പോകുന്ന കാര്യം ഒക്കെ എന്താണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്തായാലും നമ്മളിനി ഡേ കെയറിലോ അല്ലെങ്കിൽ നമ്മുടെ അംഗൻവാടിയിലൊക്കെ പോകുന്ന ആ ടൈമിലെ പോക്ക് നടക്കൂ എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോഴും നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ വൈകിട്ട് ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ ഒരു കുരിശടി പോയി മെഴുകുതിരി കത്തിക്കാൻ പോയി കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഇത്. അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് നേരെ പോയത് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനാണ് കേട്ടോ. പോണ വഴിക്ക്
വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് കടയിൽ കയറി. നമ്മൾ മിക്കവാറും മേടിക്കുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരുപാട് പപ്പടം, ഒരുപാട് പൊടിച്ച മറ്റേ നമ്മുടെ മാവുകൾ, കപ്പ പുട്ടുപൊടി കണ്ടില്ലേ, ചോളം ഉപ്പുമാവ്, അതുപോലെ തന്നെ പൈനാപ്പിൾ പുട്ടുപൊടിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. വെറൈറ്റി, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. പിന്നെ പരീക്ഷിക്കേണ്ടെന്ന് കരുതി അങ്ങനെ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതേ നമ്മളൊരു കാടമുട്ടയൊക്കെ മേടിച്ച് കുറച്ച് പച്ചക്കറി ഒക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിട്ടൊക്കെ ഉള്ള നല്ല 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 കടയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള, അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്താ ഇങ്ങനെ നിൽക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നാരങ്ങ വേണം, നെല്ലിക്ക വേണം, അവർക്ക് എന്താണെന്ന് അറിയത്തില്ല അത്, പക്ഷെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അപ്പോളോ ഫാർമസിയിൽ കയറി കേട്ടോ. എനിക്കൊരു പേസ്റ്റ് മേടിക്കണമായിരുന്നു കേട്ടോ, കോൾഗേറ്റ് വിസിബിൾ വൈറ്റ്. ഇത് അന്വേഷിച്ച് നടന്ന് അവസാനം എത്തിപ്പെട്ടത് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട്, അത് ഭയങ്കര റെയറായിട്ട് എല്ലായിടവും കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല കേട്ടോ. ഇന്ന് മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ ഒരു പരിപാടിയില്ല, നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.